കേരള റീഡർ ഇംഗ്ലീഷ് ക്ലാസ് 2 യൂണിറ്റ് 2-ലെ ലില്ലി ആൻഡ് ദ ബെയർ എന്ന രണ്ടാമത്തെ ലെസന്റെ മലയാളം ട്രാൻസ്ലേഷൻ ആൻഡ് എക്സ്പ്ലനേഷൻ വീഡിയോയിലേക്ക് നിങ്ങളേവർക്കും സ്വാഗതം. ലില്ലി ആൻഡ് ദ ബെയർ, അതായത് ലില്ലിയും കരടിയും. ഈ പെൺകുട്ടിയാണ് ലില്ലി, ഇതാണ് കരടി. നമുക്ക് വായിക്കാം. ഇവിടെ ലില്ലി കുറെ ടോയ്സ് ഒക്കെ ഇരുന്ന് കളിക്കുകയാണ്. ഓക്കെ, ലില്ലി ഹാഡ് എ ടോയ്. ലില്ലിക്കൊരു ടോയ് ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ടെഡി ബെയർ. വളരെ ഭംഗിയുള്ളൊരു ടെഡി ബെയർ ആയിരുന്നു. അത് കരടിന്റെ രൂപത്തിലുള്ള ടോയ് ആയിരുന്നു. ഇറ്റ്സ് നെയിം വാസ് ബെല്ല. അതിന്റെ പേര് ബെല്ല എന്നായിരുന്നു. ഇവിടെ ഉള്ളിരുന്ന് കളിക്കുന്നുണ്ടല്ലോ. അതിന്റെ കയ്യിലതാ ഒരു ടോയ്, കരടീന്റെ ഷേപ്പിലുള്ള ടോയ് ഉണ്ടോ, അതാണ് ബെല്ല. അടുത്ത പേജിൽ എന്താ പറയുന്നത് നോക്കാം. ബെല്ല ഹാഡ് എ ഷൈനിങ് ബ്ലൂ ഐസ്. ഈ ബെല്ല എന്ന് പറഞ്ഞ ടെഡി ബെയറിന് നല്ല തിളങ്ങുന്ന നീല നിറമുള്ള കണ്ണുകൾ ഉണ്ടായിരുന്നു. ഇറ്റ് ഹാഡ് എ റെഡ് ക്യാപ്പ് ആൻഡ് എ ബ്രൗൺ ടൈ. ചുവന്ന തൊപ്പിയും ബ്രൗൺ നിറത്തിലുള്ള ടൈയും ഉണ്ടായിരുന്നു. ബെല്ല കുഡ് മേക്ക് എ വുപ്പ് വുപ്പ് സൗണ്ട്. ആ ടെഡി ബെയറിന്റെ അകത്തുനിന്ന് ഇങ്ങനെ പിടിച്ച് ഞെക്കുമ്പോൾ അങ്ങനെ വുപ്പ് വുപ്പ് എന്നുള്ള ശബ്ദം വരുമായിരുന്നു. ഇതുണ്ടോ, ചുവന്ന തൊപ്പി, നീല കണ്ണുകള്, പിന്നെ ബ്രൗൺ നിറത്തിലുള്ള ടൈ. അടുത്ത പേജിൽ പറയുന്നെന്താ, വൺ ഡേ ലില്ലി ഫൗണ്ട് ബെല്ല മിസ്സിംഗ്. അങ്ങനെ ഒരു ദിവസം നോക്കുമ്പോൾ ഈ ബെല്ല എന്ന് പറഞ്ഞ ആ ടോയ് കാണുന്നില്ല. മിസ്സിംഗ് എന്ന് പറഞ്ഞാൽ കാണുന്നില്ല. ഷീ ഫെൽറ്റ് സാഡ്. ലില്ലിക്ക് വളരെ സങ്കടമായി. സാഡ് എന്ന് പറഞ്ഞാൽ സങ്കടം. ഷീ സെർച്ച്ഡ് ഇറ്റ് എവ്രിവെയർ. അപ്പം ലില്ലി എന്ത് ചെയ്തു, എല്ലാ സ്ഥലത്തും തെരഞ്ഞു നോക്കി. സെർച്ച്ഡ് എന്ന് പറഞ്ഞാൽ തിരയുക, എവ്രിവെയർ എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും തെരഞ്ഞു നോക്കി. ഇവിടെ ഈ ചിത്രം നോക്കിയാൽ നമുക്ക് കാണാം. കണ്ടോ, ലില്ലി വളരെ സങ്കടത്തോടെ ഇരിക്കുകയാണ്, കരയാണ്. ബാക്കി ഫ്രോഗ് ടോയ് ഉണ്ട് ഇവിടെ, എലിഫന്റ് ടോയ് ഇവിടെ കിടക്കുന്നുണ്ട്, പിന്നെ ഇവിടെ വേറെ ടോയ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ ഈ ബെല്ല എന്ന് പറഞ്ഞ ടോയിനെ കാണുന്നില്ല. അടുത്ത പേജിൽ എന്താ പറയുന്നത്, ലില്ലി ഫൗണ്ട് ബെല്ലാസ് റെഡ് ക്യാപ്പ് നിയർ ദ ഗേറ്റ്. അങ്ങനെ വീട്ടിലൊക്കെ തെരഞ്ഞ് കാണാനായിട്ട് പുറത്തേക്ക് ഇറങ്ങി തിരയാൻ തുടങ്ങിയപ്പോൾ ലില്ലി ഈ ബെല്ലന്റെ ചുവന്ന ക്യാപ്പ് ഗേറ്റിന്റെ അടുത്ത് കിടക്കുന്നതായിട്ട് കണ്ടു. ഷീ സോ ദ ഫുട് പ്രിന്റ്സ് ഓഫ് എ ബിഗ് ബെയർ ദെയർ. ഫുട് പ്രിന്റ്സ് എന്ന് പറഞ്ഞാല് കാലിൽ അടയാളം. നമ്മൾ മണ്ണിലൊക്കെ നടന്നാൽ കാലിന്റെ അടയാളം കാണാം. ആ കാലടയാളം, എന്തിന്റെ കാലടയാളം കണ്ട്? ബിഗ് ബെയർ, വലിയ കരടീന്റെ കാലടയാളം കണ്ടു. ആ കാലടയാളത്തിന്റെ അടുത്തായിട്ട് ബെല്ലന്റെ റെഡ് ക്യാപ്പും ലില്ലി കണ്ടോ. അടുത്ത പേജിൽ പറയുന്നത് എന്താ, ഐ മസ്റ്റ് ഫൈൻഡ് ബെല്ല. ലില്ലി പറഞ്ഞു, എനിക്ക് ബെല്ലനെ കണ്ടുപിടിച്ചേ മതിയാവൂ. മസ്റ്റ് ഫൈൻഡ് എന്ന് പറഞ്ഞാൽ നിർബന്ധമായിട്ടും കണ്ടുപിടിക്കുക. ഓക്കെ, അങ്ങനെ തെരഞ്ഞ് കണ്ടുപിടിച്ചേ മതിയാവൂ എന്ന് ലില്ലി തീരുമാനിച്ചു. എന്നിട്ട് എന്താ ചെയ്തു ലില്ലി ടുക്ക് സം ബൺസ് ആൻഡ് എ ബോട്ടിൽ ഓഫ് വാട്ടർ ഇൻ ഹെർ ബാഗ്. അങ്ങനെ ലില്ലി കുറച്ച് ബണ്ണും ഒരു ബോട്ടിൽ വെള്ളവും ഒക്കെ എടുത്ത് ഒരു ബാഗിലിട്ട്. ഷീ സ്റ്റാർട്ടഡ് വാക്കിംഗ് ഫോളോയിങ് ദ ഫുട് പ്രിന്റ്സ്. അങ്ങനെ ലില്ലി എന്ത് ചെയ്തു, ഈ കാലടയാളങ്ങൾ നോക്കി ആ അടയാളങ്ങൾ എവിടേക്കാ പോകുന്നത് ആ ഡയറക്ഷനിൽ അങ്ങനെ നടക്കാൻ തുടങ്ങി. അതാണ് ഫോളോയിങ് ദ ഫുട് പ്രിന്റ്സ്. ആ ഡയറക്ഷനിലേക്ക് കാലടയാളങ്ങൾ നോക്കി സ്റ്റാർട്ടഡ് വാക്കിംഗ്, നടക്കാൻ തുടങ്ങി. ഓക്കെ, മനസ്സിലായില്ലേ? ഇതാ ഈ ചിത്രത്തിൽ നമുക്ക് കാണാം. നമ്മളിപ്പോ വായിച്ചതുപോലെ ലില്ലി ഒരു ബാഗിൽ ബന്നും വാട്ടർ ബോട്ടിലൊക്കെ പാക്ക് ചെയ്തിട്ട് ബെല്ലനെ കണ്ടുപിടിക്കാൻ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ്. ഇവിടെ എന്താ പറയുന്നത് നോക്കാം. ലില്ലി റീച്ച്ഡ് എ ഫോറസ്റ്റ് നിയർ ബൈ. അങ്ങനെ ലില്ലി അവളുടെ വീട്ടിന് അടുത്തുള്ള ഒരു കാട്ടിലെത്തി. റീച്ച്ഡ് എന്ന് പറഞ്ഞാൽ എത്തുക, ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ കാട്, നിയർ ബൈ എന്ന് പറഞ്ഞാൽ അടുത്തുള്ള. അപ്പം വീട്ടിന്റെ അടുത്തുള്ളൊരു കാട്ടിലാണ് ലില്ലി നടന്ന് പോയിട്ട് എത്തിയത്. ഷി സോ എ ബിഗ് ബെയർ സിറ്റിംഗ് അണ്ടർ എ ട്രീ. അങ്ങനെ അവിടെ ലില്ലി എന്താ കണ്ടത്, ഒരു വലിയ കരടി. ബിഗ് ബെയർ എന്ന് പറഞ്ഞാൽ വലിയ കരടി. സിറ്റിംഗ് അണ്ടർ എ ട്രീ, ഒരു മരത്തിന്റെ ചുവടെ ഇരിക്കുന്നു. അണ്ടർ എ ട്രീ എന്ന് പറഞ്ഞാൽ മരത്തിന്റെ ചുവടെ, സിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇരിക്കുന്നു. ഓക്കെ, അതാണ് അവള് കണ്ടത്. ബെല്ല വാസ് ഇൻ ഇറ്റ്സ് ഹാൻഡ്. അപ്പം ഈ കരടിന്റെ കയ്യില് ബെല്ല ഉണ്ടായിരുന്നു. ഓക്കെ, ദാറ്റ്സ് മൈ ടെഡി, ഗിവ് ഇറ്റ് ബാക്ക്, ലില്ലി സെഡ്. അപ്പൊ ലില്ലി എന്ത് പറഞ്ഞു ആ കരടിനോട്, അത് എന്റെ ടെഡി ബെയർ ആണ്, അത് എനിക്ക് തിരിച്ചു തരണം. നോ, ദ ബെയർ ഗ്രൗൾഡ്. ഇല്ല എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടെ ഒരു ശബ്ദമുണ്ടാക്കി. ഈ ഗ്രൗൾഡ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥമാണ് മുരളുക, ദേഷ്യത്തോടെ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക ശബ്ദം. ഇവിടെ കണ്ടോ, ലില്ലി ആ ടെഡി ബെയർ കയ്യിൽ കണ്ട്
എന്നിട്ട് ആ കരടിനോട് ചോദിക്കുകയാണ്, അതെന്റെ ബെയറാണ്, അതെനിക്ക് കൊണ്ടാ എന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ വോണ്ട് മൈ ബെല്ല ബാക്ക്, ലില്ലി ഷൗട്ടഡ്. അപ്പൊ ലില്ലി എന്ത് ചെയ്തു? ലില്ലി ഒച്ചത്തിൽ പറഞ്ഞു. ഷൗട്ടഡ് എന്ന് പറഞ്ഞാൽ വളരെ ശബ്ദത്തിൽ പറഞ്ഞു, ഐ വോണ്ട് മൈ ബെല്ല ബാക്ക്, എനിക്ക് എൻ്റെ ബെല്ലിനെ തിരിച്ചു വേണം. ടേക്ക് ഇറ്റ് ഫ്രം മീ ഇഫ് യു ക്യാൻ സെറ്റ് ദ ബെയർ. അപ്പൊ ഈ ബെയർ എന്ത് പറഞ്ഞു? ആഹാ, അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ നിനക്ക് കഴിയുമെങ്കിൽ നീ എൻ്റെ അടുത്ത് അങ്ങ് എടുത്തോ. ഓക്കെ, ഐ വിൽ സെഡ് ബോൾഡ്ലി. ലില്ലി സെഡ് ബോൾഡ്ലി, ഞാൻ എന്തായാലും എടുക്കും എന്ന് ലില്ലി ധൈര്യത്തോടുകൂടെ, ബോൾഡ്ലി എന്ന് പറഞ്ഞാൽ ധൈര്യത്തോടുകൂടെ പറഞ്ഞു. ആർ യു സോ സ്ട്രോങ്? നിനക്ക് അത്രയ്ക്ക് ശക്തി ഉണ്ടോ? ദെൻ പ്രൂവ് ഇറ്റ്. അങ്ങനെയാണെങ്കിൽ അതൊന്ന് തെളിയിച്ചുകൊണ്ടാ. പ്രൂവ് എന്ന് പറഞ്ഞാൽ തെളിയിക്കുക. ഓക്കെ, ഒന്ന് കാണിച്ചുകൊണ്ടാ. ഷുവർ സെഡ് ലില്ലി. ആഹാ, അങ്ങനെയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നിനക്ക് കാണിച്ചു തരാം എന്ന് ലില്ലിയും പറഞ്ഞു. നമ്മളിപ്പോൾ വായിച്ചില്ലേ ആ കാര്യങ്ങളൊക്കെ ഇതാ അങ്ങോട്ടും ഇങ്ങോട്ടും ലില്ലിയും ബെയറും കൂടെ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ചിത്രമാണ് ഇവിടെ നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. ദ ബെയർ ടുക്ക് എ സ്റ്റോൺ. അങ്ങനെ കരടി എന്ത് ചെയ്തു? ഒരു കല്ലെടുത്തു. അവിടെ നിലത്തുനിന്ന് ഒരു കല്ലെടുത്ത് കൈ പിടിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ഹി ക്രഷ്ഡ് ഇറ്റ് ഇൻ ടു പീസസ്. അവൻ അതിനെ രണ്ട് കൈ കൊണ്ട് കൂടെ ഞെരിച്ച് ഞെക്കിയിട്ട് കഷ്ണങ്ങളായി കളഞ്ഞു. ഈ ക്രഷ്ഡ് എന്ന് പറഞ്ഞാൽ ശക്തിയായി ഞെക്കുക. അങ്ങനെ കഷ്ണമാക്കി കളഞ്ഞു, ഞെക്കിയിട്ട്. ലുക്ക് ഹൗ സ്ട്രോങ് ഐ ആം. എന്നിട്ട് പറഞ്ഞു, കണ്ടോ എനിക്ക് എത്രമാത്രം ശക്തിയുണ്ട്. ക്യാൻ യു ഡു ദിസ്? നിനക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ചാലഞ്ച്ഡ് ദ ബെയർ. അതായത് ബെയർ ലില്ലിനെ വെല്ലുവിളിച്ചു. ചാലഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ വെല്ലുവിളിക്കുക. ഓഫ് കോഴ്സ് സെഡ് ലില്ലി. ഓ, ഇതൊക്കെ തീർച്ചയായിട്ടും എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് ലില്ലിയും പറഞ്ഞു. ഇവിടെ ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ, കണ്ടോ ആ ബെയർ രണ്ട് കൈകൊണ്ടും ഒരു കല്ലിനെ അങ്ങോട്ട് ഞെരിച്ച് കഷ്ണമായിട്ട് പൊട്ടിക്കുകയാണ്. ലില്ലി ഹാഡ് ആൻ ഐഡിയ. ഇത് കണ്ടപ്പം ലില്ലിക്ക് ഒരു ഐഡിയ തോന്നി. ഷി ടുക്ക് എ ബൺ ആൻഡ് വെറ്റ് ഇറ്റ് സീക്രറ്റ്ലി. അവൾ അവളുടെ ബാഗിൽ നിന്ന് ഒരു ബണ്ണെടുത്ത് ആ ബോട്ടിലിൽ നിന്ന് വെള്ളം എടുത്തിട്ട് വളരെ രഹസ്യമായിട്ട്, സീക്രറ്റ്ലി വളരെ രഹസ്യമായിട്ട് ആ ബണ്ണിനെ നനച്ചു. അപ്പോൾ ആ ബണ്ണ് എന്ത് ചെയ്തു? അങ്ങനെ ആ വെള്ളം മുഴുവൻ അങ്ങോട്ട് വലിച്ചെടുത്തു, സ്പോഞ്ച് വലിച്ചെടുക്കുന്ന പോലെ വലിച്ചെടുത്തു. ഷീ ദെൻ പ്രസ്ഡ് ദ ബൺ വിത്ത് ഹർ ഹാൻഡ്സ്. എന്നിട്ട് ആ ബെയർ കാണുക ഈ ബണ്ണിനെ അങ്ങോട്ട് പ്രസ് ചെയ്തു. അപ്പോൾ എന്ത് സംഭവിച്ചു? വാട്ടർ ഡ്രിപ്പ് ഡൗൺ ഫ്രം ഇറ്റ്. വെള്ളം അതിൻ്റെ അകത്ത് ഇങ്ങനെ ഉറ്റി വീഴാൻ തുടങ്ങി. ഡ്രിപ്പ് എന്ന് പറഞ്ഞാൽ ഉറ്റി വീഴുക. ഈ ചിത്രത്തിൽ കാണുന്നുണ്ട് നിങ്ങൾ. ലില്ലി ആ ബണ്ണിനെ വളരെ പ്രയാസപ്പെട്ട് ഞെക്കി വെള്ളം പുറത്താക്കുന്ന പോലെയാണ് അവളുടെ മുഖം കണ്ടാൽ തോന്നുന്നത്. കണ്ടില്ലേ? വളരെ പ്രയാസപ്പെട്ടു. വളരെ സീക്രട്ടായിട്ടാണ് അവൾ ആ വെള്ളം നിറച്ചത്. കണ്ടോ? വളരെ സീക്രട്ടായിട്ട് ബെയർ കാണാതെ ആ ബണ്ണിനെ വെള്ളം ഒഴിച്ച് നനയ്ക്കുകയാണ്. ലുക്ക് ഐ ക്യാൻ സ്ക്വീസ് വാട്ടർ ഔട്ട് ഓഫ് സ്റ്റോൺ സെഡ് ലില്ലി. എന്നിട്ട് ലില്ലി ബെയറിനോട് പറഞ്ഞു, കണ്ടോ എനിക്ക് ഒരു കല്ലിനെ പിടിച്ച് ഞെക്കിയിട്ട് അതിൽ നിന്ന് വെള്ളം പുറത്തെടുക്കാൻ പറ്റും. സ്ക്വീസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പിഴിയുക. ഓ ഷീ ഈസ് സ്ട്രോങ്ങർ ദാൻ മീ ദ ബെയർ വണ്ടേർഡ്. ഇത് കണ്ടിട്ട് ബെയർ അതിശയിച്ചു പോയി. എന്നിട്ട് ബെയർ പറയാം, ഓ ഇവള് എന്നെക്കാട്ടും നല്ല ശക്തിയുള്ളവളാണല്ലോ. ഇവിടെ കണ്ട ലില്ലി ചെയ്ത കാര്യം കണ്ടിട്ട്, ലില്ലി പറഞ്ഞ കാര്യമൊക്കെ കേട്ടിട്ട് ഈ കരടിന്റെ കണ്ണ് തള്ളിപ്പോയി. വളരെ അതിശയിച്ചു പോയി ഈ കരടി. അങ്ങനെ ആ കരടി ആ കാര്യങ്ങളൊക്കെ കണ്ട് വളരെ അതിശയിച്ചു പോയിട്ട് പിന്നെ എന്ത് ചെയ്തു അറിയോ? ദ ബെയർ പ്ലേഡ് അനദർ ട്രിക്ക്. വേറൊരു തന്ത്രം പ്രയോഗിച്ചു. ഹി പോയിന്റഡ് ടു എ ലാർജ് ഹണി കോം ഓൺ എ റോക്ക്. അവളെ കൂട്ടിക്കൊണ്ടുപോയി വേറൊരു സ്ഥലത്തേക്ക്. എന്നിട്ട് ഒരു പാറന്റെ സൈഡിലെ മുകളിൽ ഒരു തേനീച്ച കൂടുണ്ടായിരുന്നു. ഹണി കോം എന്ന് പറഞ്ഞാൽ തേനീച്ച കൂട്. അതിനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. പോയിന്റഡ് എന്ന് പറഞ്ഞാൽ ചൂണ്ടിക്കാണിക്കുക. ലുക്ക് ദേർ, അവിടെ നോക്ക്. ബ്രിങ് ദാറ്റ് ഹണി കോം ടു മീ. നീ പോയിട്ട് ആ തേനീച്ച കൂട് എടുത്തിട്ട് എനിക്ക് കൊണ്ടുതരണം. ഇഫ് യു വിൻ യു വിൽ ഗെറ്റ് ദ ടെഡി ബാക്ക്. അതായത് നീ അതിൽ വിജയിക്കുകയാണെങ്കിൽ നിനക്ക് നിന്റെ ടെഡി ബെയറിനെ തിരിച്ച് കിട്ടും. ഞാൻ നിനക്ക് തിരിച്ചു തരാം. ഇത് കണ്ടോ? കരടി ലില്ലിക്ക് ആ തേനീച്ച കൂട് ചൂണ്ടി കാണിച്ചു കൊടുക്കുകയാണ്. കണ്ടോ? അങ്ങനെ കരടി ഈ കാര്യം പറഞ്ഞപ്പോൾ ലില്ലി എന്ത് പറഞ്ഞു? ദാറ്റ് ഈസ് സോ സിമ്പിൾ. ഓ ഇത് വളരെ നിസ്സാരമായ കാര്യമാണല്ലോ. എന്നിട്ട് ഷീ ടുക്ക് എ സ്ലിംഗ് ഷോട്ട് ഫ്രം ഹർ ബാഗ്. അവളുടെ ബാഗിൽ നിന്ന് ഒരു സ്ലിംഗ് ഷോട്ട് എടുത്തു. ഷീ ഷോട്ട് എ സ്റ്റോൺ ടുവേർഡ്സ് ദ ഹണികോം. എന്നിട്ട് അതിലൊരു കല്ല് വെച്ചിട്ട് വലിച്ച് ഈ തേനീച്ച കൂടിന് ഒരൊറ്റ അടി വെച്ച് കൊടുത്തു. ആ കല്ല് വെച്ചിട്ട്. ഇത് കണ്ടോ? സ്ലിംഗ് ഷോട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ കയ്യിൽ കാണാൻ കണ്ട ഒരു വൈ ഷേപ്പുള്ളൊരു മരക്കൊമ്പാണ്. അതിൽ റബ്ബർ ബാൻഡ് പോലെ, റബ്ബർ ബാൻഡ് തന്നെ വലിച്ച് വെക്കുക. ആ വലിച്ച് പിടിച്ചിട്ട് കല്ല് വെച്ചിട്ട് അടിച്ചാൽ നമ്മൾ ശരിക്കും ഉപയോഗിക്കാൻ അറിഞ്ഞാൽ നമുക്ക് എവിടെയാണോ ആ ടാർഗറ്റ് കൊള്ളേണ്ടത് അവിടെ പോയിട്ട് ആ കല്ല് പോകും. ശരിക്കും ഉപയോഗിക്കാൻ അറിയണം. ഇതാണ് സ്ലിംഗ് ഷോട്ട്. അങ്ങനെ ലില്ലി ആ സ്ലിംഗ് ഷോട്ട് വെച്ച് അടിച്ചപ്പോൾ ദ ഹണി കോം ഫെൽ ഡൗൺ. ആ തേനീച്ച കൂട് പൊട്ടി താഴെ വീണു.
സ്വീറ്റ് ഹണി സ്പ്ലാഷ്ഡ് ഓൾ അറൗണ്ട്. അപ്പോഴത്തേക്ക് അവിടെയൊക്കെ ആ തേന് തെറിച്ച്, വളരെ സ്വീറ്റ് ആയിട്ടുള്ള നല്ല മധുരമുള്ള തേന് അവിടെയൊക്കെ സ്പ്ലാഷ്ഡ് തെറിച്ച്. ഒരേ ഹണി. അപ്പോഴത്തേക്കും കരടിക്ക് ഭയങ്കര സന്തോഷമായി, തുള്ളിച്ചാടി. ഓ തേന് തേന് എന്ന് തുള്ളിച്ചാടി. The bear threw the teddy away and rushed towards the honeycomb. അപ്പോഴത്തേക്കും ബെയർ എന്ത് ചെയ്ത്, കരടി എന്ത് ചെയ്ത്, ആ ടെഡി ബെയറിനെ വലിച്ചെറിഞ്ഞ് എത്രയും പെട്ടെന്ന് ഓടി ആ തേനീച്ചൻ്റെ വീണ് കിടക്കുന്ന കൂടെടുത്തിട്ട് തിന്നാനായിട്ട്, ആ ഹണി തേന് കുടിക്കാനായിട്ട് വളരെ സ്പീഡിൽ അതിൻ്റെ അടുത്തേക്ക് ഓടി. നമുക്ക് ഇവിടെ കാണാം, കണ്ടോ? ടെഡി ബെയറിനെ വലിച്ചെറിഞ്ഞ് ചാടിയിട്ടാണ് ആ തേൻ കുടിക്കാനായിട്ട് വരുന്നത്. യു ആർ സ്ട്രോങ്ങർ ദാൻ മീ, ടേക്ക് യുവർ ടെഡി ആൻഡ് താങ്ക് യു ഫോർ ദ ഹണി സെഡ് ദ ബെയർ. അങ്ങനെ കരടി എന്ത് പറഞ്ഞു, നീ എന്നെക്കാട്ടും വളരെ ശക്തിയുള്ളവളാണ്, അതുകൊണ്ട് നീ നിന്റെ ടെഡി ബെയറിനെ എടുത്തോ. അതുകൂടാതെ ഈ തേനീച്ച കൂടെ അടിച്ച് നിലത്തിട്ടുന്നതിന് ഞാൻ നിന്നോട് നന്ദി പറയുന്നു. ലില്ലി ടുക്ക് ബെല്ല ആൻഡ് വെന്റ് ഹോം ഹാപ്പിലി. അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടെ ലില്ലി ആ ബെല്ലേനെ എടുത്തു, ആ ടെഡി ബെയറിനെ എടുത്തു, വീട്ടിലേക്ക് മടങ്ങിപ്പോയി. ഓക്കെ സ്റ്റുഡൻസ്, ലില്ലി ആൻഡ് ദ ബെയർ എന്ന ഈ ലെസന്റെ ട്രാൻസ്ലേഷനും എക്സ്പ്ലനേഷനും നിങ്ങൾക്ക് നല്ലവണ്ണം മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻസ് അറിയിക്കണം.